ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഓം നമ ശിവായ. ഇന്ന് 2026 മാർച്ച് 3. ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസമാണ്. വൈകുന്നേരം 3 മണി മുതൽ ചന്ദ്രഗ്രഹണം ആരംഭിക്കുകയാണ്. പഞ്ചദ്വാരക തീർത്ഥയാത്രയുടെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ആയില്യനാളിൽ ജ്യോതിർലിംഗങ്ങളിൽ സുപ്രസിദ്ധമായ നാഗേശ്വര ക്ഷേത്രം ആയില്യനാളിൽ ദർശിക്കാൻ ഭാഗ്യം കിട്ടി. ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസം സോമേശ്വരനെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അതെങ്ങനെ ഒത്തുവന്നു എന്നറിയില്ല. അതിന്ന് തന്നെ സോമനാഥിലെത്തണം, സോമേശ്വരനെ കാണണം, അങ്ങനെ ഒരു നിയോഗം അത് ഞങ്ങൾക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പണിതിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന് ഇവിടെ നിന്ന് ഒരു അസ്ത്രം എയ്തു കഴിഞ്ഞാൽ, അതായത് കടലിലൂടെ അസ്ത്രം എയ്തു കഴിഞ്ഞാൽ ഭൂമിയുടെ മറുഭാഗത്തെത്തുമ്പോൾ കരഭാഗം തൊടില്ല എന്ന്. അതായത് ഒരറ്റത്ത് നിന്ന് അസ്ത്രം എയ്തു കഴിഞ്ഞാൽ ആ കടൽ ഭാഗത്തിന്റെ മറുഭാഗത്തെത്തുമ്പോൾ കരയില്ലാതെ അവിടെ അസ്ത്രം എത്തിച്ചേരും. എങ്ങനെ ഈ ഒരു സ്ഥലം ചിരപുരാതന കാലത്ത് കണ്ടെത്തി? അന്ന് സാറ്റലൈറ്റുകളില്ല, വേൾഡ് മാപ്പുകളില്ല, ഭൂമിയെക്കുറിച്ചുള്ള വലിയ പരിജ്ഞാനമില്ല. അതായത് ശാസ്ത്ര സാങ്കേതികമൊന്നും വളരാത്ത കാലത്ത് ഭാരതീയരുടെ ഉൾക്കാഴ്ച ശാസ്ത്രത്തിനും അപ്പുറത്തായിരുന്നു. ഭാരതത്തിന്റെ ഹൈന്ദവ സംസ്കൃതിയുടെ പ്രാചീന ഋഷിവര്യന്മാരുടെ സൂക്ഷ്മ ദൃഷ്ടിയെ നമ്മൾ സയൻസിനും അപ്പുറത്തുള്ള ഉൾക്കാഴ്ചയെ കാണണം. ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ പലതും പൂർവികന്മാരുടെ ഉൾക്കാഴ്ച കൊണ്ട് കണ്ടത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് സനാതനധർമ്മത്തെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഭാരത സംസ്കൃതിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കൂ. നമ്മുടെ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുമ്പോൾ വെറുതെ കണ്ടുപോവാതെ അവിടുത്തെ ചരിത്രവും മഹത്വവും മനസ്സിലാക്കൂ. അപ്പം നമുക്ക് മനസ്സിലാവും പൂർവികരുടെ ഉൾക്കാഴ്ചയുടെ ശക്തി എന്തായിരുന്നു, അറിവിന്റെ ആഴം എത്രയായിരുന്നു എന്ന്. അത്ര മഹത്വവും ചൈതന്യവും ശ്രേഷ്ഠതയുമുള്ള ഈ ഭൂമിയിൽ, അതും ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസം തന്നെ സോമേശ്വരനെ കാണാൻ സാധിച്ച സൗഭാഗ്യത്തിന് മുമ്പിൽ പരമശിവന്റെ പാതാരവിന്ദങ്ങളിൽ നമിക്കുന്നു. യാത്രയിൽ എത്തിച്ചേർന്ന എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഹരി ഓം. പ്രണാമം.